ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്ന് ഈ സെഷനിൽ നോക്കുന്നത് ഗ്രൂപ്പ് ഡി എക്സാം വരായിരിക്കുന്ന റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരും അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരിക്കും. നമ്മുടെ കഴിഞ്ഞ വർഷം ലാസ്റ്റ് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് കുറേ നോട്ടിഫിക്കേഷൻസ് ലാസ്റ്റ് ഇയർ വന്നിട്ടുണ്ടായിരുന്നു. ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ വർഷം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഉടനെ എക്സ്പെക്ട് ചെയ്യുന്ന അടുത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് RRB NTPC. ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് RRB NTPC. അപ്പൊ ആ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബറോടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ റെയിൽവേ എക്സാംസിൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ വിളിച്ച എക്സാംസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി നടക്കാനുള്ള ഒരു എക്സാം ആണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം ഡിലേ ആവാനുള്ള ഒരു ചെറിയ റീസൺ എന്ന് പറയുന്നത് അതിൽ വന്ന ചില നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്ന ചില കൺഫ്യൂഷൻസും ആ കൺഫ്യൂഷൻസ് കോർട്ടിലേക്ക് പോയ സമയത്ത് കോർട്ടും ട്രൈബ്യൂണലും തമ്മിൽ വന്ന ഫെർദർ കൺഫ്യൂഷൻ. ആദ്യം അത് കോർട്ടിലേക്ക് പോയി, പിന്നെ ട്രിബ്യൂണലിലേക്ക് വന്നു, പിന്നെ തിരിച്ച് കോർട്ടിലേക്ക് പോയി. അപ്പൊ അങ്ങനെ ട്രിബ്യൂണലും കോർട്ടും തമ്മിൽ വന്ന ഒരു കൺഫ്യൂഷൻസ് തമ്മിൽ കാരണമാണ് കുറച്ചെങ്കിലും ഡിലേ ആയത്. പക്ഷെ നമുക്കറിയാം ഇനിയിപ്പോ നമ്മുടെ റെയിൽവേയുടെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ തന്നെ കഴിഞ്ഞ വർഷം വിളിച്ച ബാക്കിയുള്ള എക്സാംസ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വിളിക്കാനുള്ള ബാക്കി റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം ആണ് ഇനി നമുക്ക് നടക്കാനുള്ള എക്സാംസിൽ ബാക്കിയുള്ള എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം ഇനി ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. നമ്മുടെ ഈ ഒരു കേസ് ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ നമുക്ക് ഇതിന്റെ ഡേറ്റ്സ് പബ്ലിഷ് ആവും. അതിന്റെ എക്സാംസ് ഉടനെ തന്നെ നടക്കും. അപ്പൊ എങ്ങനെയായാലും നമുക്ക് വരുന്ന ഒരു 45 ഡേയ്സിന് ഉള്ളിൽ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന്റെ ഡേറ്റ് പബ്ലിഷ് ആവാനും മേ ബി എക്സാംസ് സ്റ്റാർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വരുന്ന ഒരു 45 ഡേയ്സിന്റെ അകത്ത് തന്നെ നമുക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ്സ് എന്തായാലും നമുക്ക് ഉടനെ വരും. അതിന്റെ എക്സാംസ് സ്റ്റാർട്ട് ആകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്കറിയാം റെയിൽവേ ഇപ്പം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ അടുത്ത് വരുമ്പോഴാണ് ഡേറ്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാടൊരു ഗ്യാപ്പ് കാണത്തില്ല ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മുടെ എക്സാം തമ്മിൽ വലിയൊരു ഗ്യാപ്പ് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു വരുന്ന 45 ഡേയ്സിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡേറ്റ്സ് വരും. ആൻഡ് അത് കൂടാതെ തന്നെ നമ്മുടെ എക്സാംസും സ്റ്റാർട്ട് ആകാൻ ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അതാണ്, ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇനി വരുന്ന ഈ 45 ഡേയ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇനി ലാസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വർഷം നടന്ന എക്സാംസ് കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേയുടെ ഈ വർഷം കഴിഞ്ഞ വർഷം വിളിച്ച ഈ വർഷം നടന്ന റീസെന്റ് നടന്ന ഇപ്പം ജൂണിൽ നടന്ന RRB NTPC എക്സാംസ് ആയാലും ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ ഗ്രാജുവേറ്റ് ലെവൽ ആയാലും ഇങ്ങനെയുള്ള എക്സാംസിലൊക്കെ തന്നെ നമുക്ക് കണ്ട ചില സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനി വരുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രൂപ്പ് ഡിയുടെ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ ലാസ്റ്റ് ഇയർ നമുക്ക് വിളിച്ച നോട്ടിഫിക്കേഷനിലെ ഒരു 8ാമത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ ഈ ഒരു RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലെവൽ 1 എക്സാംസ് എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ 7th CPC പേ മാട്രിക്സ് വരുന്ന ഒരു എക്സാം ആണ് ഈ ഒരു, അല്ലെങ്കിൽ പോസ്റ്റുകളാണ് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും 08/2024. എനിക്ക് നമ്മുടെ 8ാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ. കഴിഞ്ഞ വർഷം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ച 8ാമത്തെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ, ഇതിന്റെ ഒരു എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ, ഓൾറെഡി നമ്മൾ ഈ എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഓൾറെഡി നേരത്തെ തന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും അവസാനം വിളിച്ച നോട്ടിഫിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഒരു RRB ഗ്രൂപ്പ് ഡി എക്സാംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മുമ്പ് വിളിച്ച എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കിയുള്ള ഈ ഒരു എക്സാം ആണ്. ആൻഡ് ഈ ഒരു എക്സാം എന്തുകൊണ്ടാണ് കുറച്ചെങ്കിലും ഡിലേ ആയെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച് എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ആ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം കമ്പയർ ടു അതർ റെയിൽവേ എക്സാംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഫേസ് ഓഫ് എക്സാമിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ RRB NTPC ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു phase 1 കാണും, അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന്റെ phase 2 കാണും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു എക്സാം കാണും. പക്ഷെ ഇവിടെ നമുക്ക് ഒറ്റ സിംഗിൾ ഫേസ് ഓഫ് എക്സാമിലാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ളേ എന്ന് നമുക്ക് പറയാം. പിന്നെ റെയിൽവേയുടെ ഒരു എന്താ പറയാ റെയിൽവേയുടെ ഡിസിഷനാണ് രണ്ടാമത്തെ ഒരു എക്സാം വേണോ വേണ്ട എന്നുള്ളത്. അത് കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും മാർക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ബട്ട് യൂഷ്വലി നമ്മുടെ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസ് എന്ന് പറയുന്നത് ഒറ്റ ഒരു ഫേസിലാണ് നടക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ നല്ലപോലെ എഴുതിയിട്ടുമുണ്ട് ദാറ്റ് റെയിൽവേയുടെ ഒരു ഡിസിഷൻ ആണ് രണ്ടാമത്തെ ഒരു എക്സാം വേണോ വേണ്ട എന്നുള്ളത്. ഇതിന് മുമ്പൊക്കെ നമുക്ക് ഇത് ഒറ്റ സിംഗിൾ ഫേസിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിന്റെ സിംഗിൾ ഫേസിൽ തന്നെ നടക്കുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷനിലും പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു എക്സാം പാറ്റേണിലേക്ക് നമ്മളൊന്ന് വരുവാണെങ്കിൽ, നിങ്ങൾക്കറിയാം 100 ക്വസ്റ്റ്യൻ നമുക്ക് ഈ പറഞ്ഞ 100 മാർക്ക് എന്നൊരു രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്.
വളരെ റെയിൽവേ എക്സാംസിൽ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാം ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഈ പറയുന്ന അത്യാവശ്യം എല്ലാ ഏരിയാസും പഠിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസ് ആണെന്ന് പറയാം. ബിക്കോസ് നമ്മുടെ ഇവിടെ വരുമ്പോഴാണ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ സെപ്പറേറ്റും അതുകൂടാതെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ എന്ന് പറയുന്ന ഒരു ഏരിയ സെപ്പറേറ്റുമായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്കിവിടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ് നമുക്ക് വരുന്നത്, 1.5 മണിക്കൂറാണ് വരുന്നത്. ഇപ്പൊ ജനറൽ സയൻസിന് മാത്രം നമുക്ക് 25 ക്വസ്റ്റൻസ് സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. അതുപോലെ മാത്സിനും സെപ്പറേറ്റ് നമുക്ക് 25 ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ റീസണിങ് ഏരിയയ്ക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത്, 30 മാർക്കാണ് നമുക്ക് അവിടെ വരുന്നത്. അത് കൂടാതെ നമുക്ക് ഈ പറഞ്ഞ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഏരിയയ്ക്ക് 20 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓവറോൾ സയൻസും ജി കെയും കറണ്ട് അഫയറും മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 45 മാർക്സ് അവിടെ മാത്രം വരുന്നുണ്ട് എന്ന് പറയാം. ഇത് കൂടാതെ നമ്മുടെ ഒരു റീസണിങ് ഏരിയക്ക് 30 മാർക്കും നമ്മുടെ മാത്സിന്റെ ഏരിയ 25 മാർക്കുമാണ് വരുന്നത്. പിന്നെ അവർ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇതൊരു എന്താ പറയുക ഒരു അപ്രോക്സിമേറ്റ് നമ്പേഴ്സ് മാത്രമാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും ഇത് എക്സാക്ട് ഒരു നമ്പേഴ്സ് അല്ല, ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉറപ്പായിട്ടും വരാൻ പറ്റും എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ തൊട്ടടി കൊടുത്തേക്കുന്ന ലൈൻ നോട്ടിഫിക്കേഷനിൽ കൊടുത്തേക്കുന്ന ലൈനാണ് നിങ്ങളെ കാണുന്നത്. ദ സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ഇൻ ദ എബൌട്ട് ടേബിൾ ഈസ് ഒൺലി ഇൻഡിക്കേറ്റീവ് ആൻഡ് ദർ മേ ബി സം വേരിയേഷൻ ഇൻ ദി ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അവർ തന്നെ ക്ലിയർലി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മാത്സിന് 25 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 25 തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ 25 കുറച്ച് ക്വസ്റ്റൻസ് കുറയോ കൂടുകയോ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ്റെ അകത്ത് തന്നെ. ആ ഒരു ടേബിളിന്റെ അല്ലെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേണിന്റെ ടേബിളിന്റെ തൊട്ട് താഴെ തന്നെ അവർ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിൽ വലിയൊരു വേരിയേഷൻ ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. ചെറിയ 1-2 ക്വസ്റ്റൻസിനൊക്കെ ഒരു വേരിയേഷൻ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ബിക്കോസ് ഒരു മേജർ വേരിയേഷൻ ആണെങ്കിൽ അത് നേരത്തെ അറിയിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് റൂൾ ആണ്. അപ്പം ചെറിയൊരു വേരിയേഷനൊക്കെ നമുക്ക് അവിടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മേ ബി കാണാൻ സാധ്യതയുണ്ട്, കാണണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളത്. നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം തെറ്റായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് 1 മാർക്ക് ആയിരിക്കും കിട്ടുന്നത് റൈറ്റ് ആണെങ്കിൽ. പക്ഷെ തെറ്റായിട്ടുള്ള ആൻസർ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ ബാക്കിയുള്ള SSC എക്സാമോ അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിലേക്ക് കാണുന്ന കണക്ക് ഒരു 1/4 അല്ലെങ്കിൽ 0.25 അല്ല പോകുന്നത്, നമുക്ക് 0.33 മാർക്കാണ് നമുക്കവിടെ മൈനസ് ആയി പോകുന്നത്. അപ്പോൾ ശരിയാണെങ്കിൽ നമുക്കൊരു 1 മാർക്ക് കിട്ടും, പക്ഷെ തെറ്റാണെങ്കിൽ നമുക്ക് -0.33 അല്ലെങ്കിൽ 0.33 മാർക്ക് നമുക്ക് പോകുന്നതായിരിക്കും. സോ ഇതാണ് എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചുള്ള ഒരു ഐഡിയ. നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഓൾറെഡി എക്സാം പാറ്റേണിനെ കുറിച്ച് ഉണ്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, പ്രിപ്പറേഷന്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവരാണ്, എക്സാമിന്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു എക്സാം ഫേസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു വളരെ ഡീറ്റെയിൽഡ് ഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഫേസിൽ എക്സാം നടക്കുന്നതെന്ന് പറയാം. അതല്ല സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒറ്റ എക്സാമേ ഉള്ളൂ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഓവറോൾ ഫേസിനെ കുറിച്ച് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 പ്രോസസ്സാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആദ്യമേ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PET ഉണ്ടായിരിക്കും. അതും കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ബാക്കി നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒറ്റ സിംഗിൾ ഫേസിൽ നടക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാംസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇതേ നോട്ടിഫിക്കേഷനിൽ തന്നെ അവർ ഈ പറഞ്ഞിരുന്ന ഏരിയാസ് എക്സാം പാറ്റേണിൽ പറഞ്ഞിരുന്ന ആ ഒരു ഏരിയാസിന്റെ സെക്ഷൻസിന്റെ ഒരു സിലബസും അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും മാത്തമാറ്റിക്സ്, അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, നമ്മുടെ ജനറൽ സയൻസിൽ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ദ സിലബസ് അണ്ടർ ദിസ് ഷാൾ കവർ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ആ ഒരു ലൈഫ് സയൻസ് ആ ഒരു ഏരിയ ആയിരിക്കും ഇവിടെ കവർ ആവുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ബിക്കോസ് 25 ക്വസ്റ്റ്യൻ ഇവിടുന്ന് മാത്രമാണ്, നമ്മുടെ ഈ സയൻസിൽ നിന്ന് മാത്രമാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ എക്സാമിലെ ഡിസൈഡിങ് ഫാക്ടർ എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റും. എക്സാമിൽ നമ്മുടെ ഈ റീസണിങ്ങും മാത്സും നല്ലപോലെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെ നമ്മുടെ എക്സാമിൽ ശരിക്കും നമ്മുടെ ഈ പോസ്റ്റും ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ഏരിയയിലുള്ള മാർക്കായിരിക്കും. നമ്മുടെ ജനറൽ സയൻസ്, അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ആ ഒരു ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഏരിയ ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയും സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റി, ജോഗ്രഫി അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം തന്നെ ആക്ച്വലി ഇതിന്റെ അണ്ടറിൽ വരും. ആൻഡ് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ 1 വർഷമോ കഴിഞ്ഞ 1 തൊട്ട് 3 വർഷത്തിന്റെ ഇടയ്ക്കോ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് ചോദിക്കാൻ പോകുന്നത്. സോ അവിടെ നമുക്ക് 20 ക്വസ്റ്റൻ ആണുള്ളത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയ മാത്രം കവർ ചെയ്യുന്ന, ഈ 2 ഏരിയ മാത്രം കവർ ചെയ്യുന്നത് നമുക്ക് 45 ക്വസ്റ്റൻ ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിലബസിനെ കുറിച്ചും
അതുപോലെ എക്സാം പാറ്റേണിനെ കുറിച്ചും അവിടേക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മുമ്പിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഏരിയയിലേക്ക് വരാം. ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചും, ഒന്ന് ഓവറോൾ നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചും, ലൈക്ക് ഇനിയുള്ള 45 ഡേയ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും, പിന്നെ അതിൽ നമ്മുടെ മാത്സിന്റെ ഏരിയ, എൻ്റെ ഒരു ഏരിയ, നമ്മുടെ എങ്ങനെ നമുക്കത് എന്താ പറയാ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ മുമ്പിലോട്ടുള്ള ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് കൂടിയാണ് നമ്മൾ ഈ സെഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മാത്സിന്റെ നിങ്ങൾ നേരത്തെ കണ്ട പാരഗ്രാഫ് പോലത്തെ സിലബസ്, ആ സിലബസിനെ കുറച്ചുകൂടി വൃത്തിയായിട്ട് എടുക്കുകയാണെങ്കിൽ, അത് പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്സിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആംഗിളിൽ ഒന്ന് നമ്പർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാലും ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുവാണ് ഈ ടോപ്പിക്സിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഒന്ന് നമ്പർ ചെയ്യാൻ നിങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് എങ്ങനെ നമ്പർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്ന, നമുക്ക് റാങ്ക് പോലെ നമുക്ക് ഇതിനെ ഒരു റാങ്കിങ് ഓർഡർ നമുക്ക് ഇതിനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്പർ സിസ്റ്റത്തിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കാം. നമ്മുടെ ഈ ബോർഡംസ്, ഡെസിമൽ, ഫ്രാക്ഷന്, സ്ക്വയർ റൂട്ട്, ഇതിനൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് റാങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്ന ഈ മെൻസുറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അഡ്വാൻസ് മാത്സിലെ ഏരിയ, ഇതിന് നമുക്ക് തേർഡ് റാങ്ക് കൊടുക്കാം. നമ്മുടെ ഈ പെർസെൻറ്റേജിന് 4ാമത്തെ റാങ്കും, നമ്മുടെ ഈ റേഷ്യോ പ്രപ്പോർഷന് നമുക്ക് 5ാമത്തെ റാങ്കും കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് നമുക്ക് ഈ ഒരു 6ാമത്തെ റാങ്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ തന്നെ നമുക്ക് എന്താ പറയാ ഒരു 1 തൊട്ട് 2 ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയ, നമ്മളിപ്പോ ഈ മാർക്ക് ചെയ്തേക്കുന്ന 6 ഏരിയാസ്, ഈ 6 ഏരിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നമുക്ക് 25 ക്വസ്റ്റ്യൻ ആണ് മാത്സ് ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം. ആ 25 ക്വസ്റ്റ്യനിൽ നമുക്ക് ഉറപ്പായിട്ടും 6 തൊട്ട് 12 ക്വസ്റ്റ്യൻ, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ ഒരു 6 ഏരിയ എന്നായിരിക്കും. നമ്പർ സിസ്റ്റം, ആ ഒരു ബോർഡമസ്, അതുപോലെ തന്നെ നമ്മുടെ പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇനി ബാക്കിയുള്ള ആ ചാപ്റ്റേഴ്സ് എല്ലാം കൂടി ചേർത്തായിരിക്കും നമുക്ക് എന്ത് വരാൻ പോകുന്നത്, ഏകദേശം ഒരു 12 തൊട്ട് 13 ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യതയുള്ളത്. ഓർ മേ ബി നമ്മളിപ്പോ പറഞ്ഞ പോലെ 12നേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വരാനും നമുക്ക് ചാൻസ് ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പൊ മേ ബി നമ്പർ സിസ്റ്റം നമുക്ക് 2 or 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ നിന്ന് 1 or 2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, റേഷ്യോ നിന്ന് നമുക്ക് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, അല്ല മെൻസുറേഷനിൽ നിന്ന് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊത്തം മാത്സിന്റെ ക്വസ്റ്റ്യനിൽ പകുതിത്തോളം ക്വസ്റ്റ്യൻസും, ഓക്കെ, ഈവൻ ഞാൻ പറയും മോർ ദാൻ ഹാഫ് എന്ന് ഞാൻ പറയും, ആ മോർ ദാൻ ഹാഫ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പോകുന്ന ഈ ഒരു ഏരിയസിൽ നിന്നാണ്. ഇത് 2021-22 നടന്ന എക്സാം, ആ 20-21 ആ സമയത്ത് നടന്ന എക്സാമിലായാലും ശരി, ഇപ്പം റീസെന്റ് നടന്നിട്ടുള്ള ഒരു 3 മാസം മുമ്പ് നടന്ന നമ്മുടെ റെയിൽവേ NTPC എക്സാം നോക്കിയാലും ഈ ഒരു ഇമ്പോർട്ടൻസിന്റെ ഏരിയയ്ക്ക് ഒരു ഷിഫ്റ്റും ഉണ്ടായിട്ടില്ല. ഇൻഫാക്ട് ആ ഇമ്പോർട്ടൻസ് കൂടിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിംപ്ലിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബോർഡമസിനെ കുറിച്ച് പറയുവാണെങ്കിൽ സാധാരണ 1 തൊട്ട് 2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ 3 തൊട്ട് 5 ക്വസ്റ്റ്യനാണ് റെയിൽവേ NTPC എക്സാമിൽ ചോദിച്ചത്. സോ ഈ പറഞ്ഞ ഏരിയാസിന്റെ ഇമ്പോർട്ടൻസ് കുറയാൻ ഒരു സാധ്യതയില്ല, കൂടാനുള്ള ചാൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റീസെന്റ് ലാസ്റ്റ് 3 months മുമ്പ് നടന്ന എക്സാം നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതാണ്. സോ ഈ ഒരു ഏരിയ നമ്മളിപ്പോ ഈ മാർക്ക് ചെയ്തേക്കുന്ന 6 ചാപ്റ്റേഴ്സ്, ഇതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരു ഓവറോൾ നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ, നമുക്ക് ആദ്യമേ പ്രിപ്പറേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്സിന്റെ ഏരിയാസ് എങ്ങനെയാണ് ഇനി മുമ്പിലുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ. അപ്പോൾ ഇവിടെ ഏറ്റവും നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറൽ സയൻസിന്റെ ഏരിയയും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സിന്റെ ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ 100 out of 100 അല്ലെങ്കിൽ ഒരു 100% സ്കോർ ചെയ്യേണ്ട ഏരിയ എന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മാത്സ് ആൻഡ് റീസണിംഗ് ആണ്. ഇവിടെ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കണം. 100% എന്ന് ഞാൻ 25 കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു സ്കോർ ചെയ്യുന്ന രീതി ആയിരിക്കണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ റീസണിംഗിലായാലും 30 സ്കോർ ചെയ്യാൻ നോക്കണം. ബിക്കോസ് ഈ 2 ഏരിയ നിങ്ങളൊന്ന് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ 2 ഏരിയയിൽ നിന്ന് നിങ്ങൾ എത്ര കൂടുതൽ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുന്നു, നമ്മുടെ സയൻസും ജനറൽ അവയർനെസ്സിൽ നിന്ന് എത്ര കൂടുതൽ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുന്നു അത്രയും കൂടുതൽ നിങ്ങളുടെ സെലക്ഷന്റെ ചാൻസസ് കൂടുകയാണ്. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏറ്റവും നല്ല പോസ്റ്റ് കിട്ടാനുള്ള ചാൻസസ് അവിടെ കൂടുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ കൊടുക്കുന്ന അതേ പ്രിഫറൻസ് ഓർഡറിൽ തന്നെ നിങ്ങളുടെ പോസ്റ്റും കിട്ടുന്ന ആ ഒരു ചാൻസസ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ ഈ 2 ഏരിയക്കാണ് ഫുള്ള് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത്
ഇവിടുത്തെ സ്കോറിനെ ഒരു 100%ലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടുപോകണം. അതിനുശേഷം നിങ്ങൾ ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു റിവിഷൻ അതേപോലെ തന്നെ ഒരു നല്ലപോലെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഈ 2 ഏരിയാസ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ സയൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് ഈ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയർ എന്ന് പറയുന്ന ഏരിയ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇവിടെ നമ്മൾ ഇനി എത്ര പഠിച്ചു കഴിഞ്ഞാലും നമുക്കിവിടെ കിട്ടുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഈ സയൻസിന്റെ ഏരിയ കുറച്ചുകൂടി ഡിഫൈൻഡ് ഏരിയ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10ാം ക്ലാസ് വരെ എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇനി അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൂടി അതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയും സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഏരിയ കൂടി നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഏരിയാസ് മാത്രം നിങ്ങൾക്ക് മാക്സിമം നോക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കിയിട്ട് പോകാം. ബിക്കോസ് നമുക്ക് ഈ അറിയാം ഈ ഒരു ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഏരിയ കുറച്ചൊരു ലക്ക് ഫാക്ടർ കൂടി ഉണ്ട്. നമ്മൾ പഠിക്കുന്ന അതേ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരണം. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. അതിന് മുമ്പ് വായിച്ചിട്ടുള്ളത് ഓർമ്മ ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉറപ്പിച്ച് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാത്സും റീസണിങ്ങും പിന്നെ സയൻസിന്റെ ഏരിയ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടണോ അത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഏരിയ തന്നെ നമ്മുടെ ഒരു 80 മാർക്ക് സ്കോറിലേക്ക് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് 80 വളരെ നല്ലൊരു സ്കോർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒരു 80 സ്കോർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ആൻഡ് ഈ ഒരു 20ൽ നിങ്ങൾക്ക് എത്ര കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. ഇവിടെ മാക്സിമം സ്കോർ ചെയ്യുക നെഗറ്റീവ് വരാതെ. ഓക്കെ, മാക്സിമം എന്ന് പറയുമ്പോൾ ഒരിക്കലും 20 എഴുതിയിട്ട് വരാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. നെഗറ്റീവ് വരാതെ 20ൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. എത്ര സ്കോർ ചെയ്യാൻ പറ്റുന്നോ അത്രയും കൂടുതൽ നിങ്ങളുടെ സെലക്ഷന്റെ ചാൻസസ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസിനനുസരിച്ചുള്ള പോസ്റ്റ് കിട്ടാൻ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇതൊരു ഓവറോൾ ഡിസ്കഷൻ ആണ് നമ്മളിപ്പം ചെയ്തത്. ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ഒരു ഏരിയയെ എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 80 എന്നുള്ള സ്കോറിലേക്ക് നമുക്ക് ഈ സംഭവങ്ങളെ എത്തിക്കണമെങ്കിൽ ഇനി വരുന്ന ഈ ഒരു 45 ഡേയ്സ് നമുക്ക് എങ്ങനെ കൊണ്ടുപോയാൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമേ നമുക്ക് മാത്സിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓവറോൾ ഡിസ്കഷനിലേക്ക് അങ്ങ് പോവാം. മാത്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മാത്സിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാത്സിന്റെ ഏരിയ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഏരിയ മാത്സിന്റെ ഡിസ്കഷൻ കൂടി ആയതുകൊണ്ടാണ് മാത്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മോറോവർ ഒരുപാട് പേരും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയും മാത്സ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാത്സിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി മാത്സിന്റെ മുമ്പിലോട്ടുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബട്ട് റിവിഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ചാപ്റ്റേഴ്സിനെ ഒരു ഡിഫറെന്റ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് 2-3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി മൈൻഡിൽ വെച്ചേക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കണം. പിന്നെ മുമ്പോട്ടുള്ള പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് മാത്സിന്റെ ഏരിയാസിനെ ഇങ്ങനെ ഒരു 4 ആയിട്ട് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഒന്ന് ഈ നമ്മുടെ മാത്സിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏരിയാസ്. ഓക്കെ, പിന്നെ നമ്മുടെ അരിതമാറ്റിക് ചാപ്റ്റേഴ്സ്. ഓക്കെ, അരിതമാറ്റിക് ചാപ്റ്റേഴ്സ്. പിന്നെ നമ്മുടെ അഡ്വാൻസ് മാത്സിന്റെ ചാപ്റ്റേഴ്സ്. അഡ്വാൻസ് മാത്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി, മെൻസുറേഷൻ. സോ അതാണ് നമ്മുടെ അഡ്വാൻസ് മാത്സിന്റെ ഏരിയ. ആൻഡ് നമ്മൾ മിസ്ലേനിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചിലപ്പം ക്വസ്റ്റ്യൻ വരുന്ന ചിലപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സിനെ യൂഷ്വലി ആൾക്കാർ റീസണിംഗിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ മിസ്ലേനിയസ് ആയിട്ടുള്ള ഏരിയ. ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷനെ 4 ആയിട്ട് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കേണ്ട ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കാണുന്ന 5 ചാപ്റ്റേഴ്സിന്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ലപോലെ സ്ട്രോങ് ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റിനെ കുറിച്ച് ഞാൻ ഒന്ന് പറയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ബോർഡമസിൽ നിന്ന് 2 തൊട്ട് 2+ ക്വസ്റ്റ്യൻ എന്ന് പറയും. ബിക്കോസ് ഇപ്പൊ റീസണിൽ നടന്ന NTPC കൂടി വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു HCFLC നിന്ന് 1 തൊട്ട് 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. പെർസെന്റേജിൽ നിന്ന് നമുക്ക് 2 തൊട്ട് 3 ക്വസ്റ്റ്യനും റേഷ്യോ പൊസിഷനിൽ നിന്ന് നമുക്ക് 2 തൊട്ട് 4 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ഒരു ഏരിയ ഏതാന്ന് ചോദിച്ചാൽ ബേസിക് ഏരിയ തന്നെയാണ്. എന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏരിയയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏരിയയും ആൻഡ് ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു 5 ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 നമ്മൾ ഏറ്റവും മിനിമം എടുത്താൽ പോലും 2, 4, 5, 6, 7, 8, 9 നമുക്ക് ഏകദേശം ഒരു 9 to നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 9 to 12 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു മാക്സിമം ആംഗിളിൽ പോവുകയാണെങ്കിൽ 2, 2, 4 നമുക്ക് ഇവിടുന്ന് ഒരു 2 കൂടി ചേരുമ്പോൾ 6 നമുക്ക് ഇവിടുന്ന് ഒരു 2 ക്വസ്റ്റ്യൻ എടുത്താൽ പോലും 8 ആൻഡ് ഇവിടുന്ന് ഒരു 3 ക്വസ്റ്റ്യൻ എടുത്താലും 11, 12 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 9 to 12 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് 25 ക്വസ്റ്റ്യൻസും വരാൻ പോകുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ പറയാം, നമ്മുടെ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 50% ഓർ മേ ബി
മോർ ദാൻ 50% ഓഫ് ദ ക്വസ്റ്റ്യൻസും നമ്മുടെ മാത്സിന്റെ ചാപ്റ്ററിൽ 10-25 ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിലും ആ 10-25 ചാപ്റ്ററിലെയും ഏകദേശം 50% ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പോകുന്ന ഈ 5 ടോപ്പിക്കിൽ നിന്ന് മാത്രമായിരിക്കും. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല. ലാസ്റ്റ് നടന്ന 2020-21 നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും നമ്മുടെ റീസെന്റ് നടന്ന NTPC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജൂണിൽ നടന്ന നമ്മുടെ NTPC എക്സാംസിന്റെ ആ ഒരു ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻസിന്റെ ടോട്ടൽ എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പെർസെന്റേജിന് മാത്രം 101 ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ എല്ലാ ഷിഫ്റ്റ് കൂടി ചേർത്ത്. അതേപോലെ തന്നെ നമ്മുടെ മെൻസുറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 100+ ക്വസ്റ്റൻസ് അവിടുന്ന് വന്നിട്ടുണ്ട്. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 100+ ക്വസ്റ്റൻസ് അവിടുന്ന് വന്നിട്ടുണ്ട്. സോ ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 100+ ക്വസ്റ്റൻസ് വന്നേക്കുന്നത്. ഓക്കെ, ആ ഷിഫ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ ഷിഫ്റ്റിലും 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. സോ അത് തന്നെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെയാണ് അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് NTPC എക്സാം എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്. NTPCയുടെ ഗ്രാജുവേറ്റ് ജൂണിൽ നടന്ന എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു 10th ലെവൽ എക്സാമാണ്. സോ ആക്ച്വലി ആ ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വരുമ്പോൾ ഈ ബേസിക് ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം അവിടെ കണ്ടതോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഈ പറയുന്ന മാത്സിന്റെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ് കമ്പയർ ടു NTPC. സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ആയാലും നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഓൾമോസ്റ്റ് 50% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഏകദേശം ഇവിടെ നിന്നാണ് വരാൻ പോകുന്നത്. ഇനി നമ്മുടെ ആ ഒരു അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കും കിട്ടുന്നത്? അവിടെ നമുക്ക് ഏജസിൽ നിന്ന് ഒരു 0 to 1 ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റും. ടൈം ആൻഡ് വർക്കിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. പൈപ്സ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് 0 to 1 ക്വസ്റ്റ്യൻ എന്ന് പറയാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിന്, ബോട്ട് 3 ചാപ്റ്ററോട് ചേർത്ത് നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റോട് ചേർത്ത് നമുക്ക് ഒരു 1 to 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. നമുക്ക് ഇവിടുന്ന് ഒരു 2 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. മാക്സിമം 3 വരെയും പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ഏകദേശം 1 തൊട്ട് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടുത്തെ ആ ഒരു 7 ചാപ്റ്റർ അല്ല ആക്ച്വലി ഉള്ളത്, 7 കൂടുതൽ ചാപ്റ്റർ ഉണ്ടെന്ന് പറയേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു 7 അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാത്രം ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഏകദേശം നമുക്ക് ഈ പറയുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു 8 to 10 എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈവൻ ദോ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എന്താണ് കമ്പാരിറ്റീവ്ലി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കുറവാണ്. ഇനി അഡ്വാൻസ് മാത്സിലേക്ക് വന്ന അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് മെൻസുറേഷൻ. നമുക്ക് അവിടുന്ന് ഏകദേശം ഒരു 1 തൊട്ട് 3 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓൾജിബ്രയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടാൻ സാധ്യത, 1 തൊട്ട് 2 എന്ന് പറയാൻ പറ്റും. ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്ക് 1 തൊട്ട് 2 എന്ന് പറയാം. ആൻഡ് ജോമെട്രിയിൽ നിന്ന് നമുക്ക് 1 തൊട്ട് 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിലും നമ്മൾ റീസെന്റ് നടന്ന NTPC എക്സാംസ് വെച്ചൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എഗെയിൻ അവിടുന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെൻസുറേഷനിൽ നിന്നാണ് 100 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ഷിഫ്റ്റോട് ചേർത്ത് വന്നത്. അപ്പൊ ഷിഫ്റ്റിന്റെ എണ്ണവും ക്വസ്റ്റിന്റെ എണ്ണം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ജോമെട്രിയിൽ നിന്ന് വലുതായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. സോ അവിടെ നമുക്ക് മേ ബി ക്വസ്റ്റ്യൻ വരാതിരിക്കാം എന്നൊരു ആംഗിൾ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓൾജിബ്രയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവായിരുന്നു. അപ്പൊ അവിടെ നമുക്കൊരു 1 തൊട്ട് 0 തൊട്ട് 1, 2 എന്നൊരു ആംഗിളിൽ പറയാൻ പറ്റും. ട്രിഗ്നോമെട്രിയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 2, 3, 4, 5 നമുക്കൊരു ഒരു 3 തൊട്ട് 5 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഒരു എണ്ണം കറക്റ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു 4 ചാപ്റ്ററിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 3 to 5 ഔട്ട് ഓഫ് 25 എന്ന് പറയാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് ഒരു മിസ്ലേനിയസ് ആംഗിളിൽ മാത്രം കീപ്പ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റർ ഫോക്കസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ ഇപ്പം മാർക്ക് ചെയ്തേക്കുന്നത് നിങ്ങളുടെ വീക്ക് ആണെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ നിങ്ങളുടെ ഒരു വീക്കിൽ ഒരു ദിവസം അതിനുവേണ്ടി അലോട്ട് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ മെൻസുറേഷൻ നിങ്ങൾ വലുതായിട്ട് നോക്കിയിട്ടില്ല, മെൻസുറേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ദിവസം മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ, ഒരാഴ്ചയിൽ ഒരു ദിവസം മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. ബിക്കോസ് ആ ചാപ്റ്റർ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ പെർസെന്റേജോ നമ്പർ സിസ്റ്റമോ ഏതെങ്കിലും അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സമയം മാറ്റി വെച്ച് പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഓൾജിബ്രയാണ് നോക്കാത്തതെങ്കിൽ നിങ്ങൾ അവിടെ വലിയൊരു സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് കവർ ചെയ്തിട്ട് പോവുക. അത് മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടി ഇനി ഇരിക്കുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കത്തില്ല. ഡെഫിനറ്റ്ലി നമുക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കാം. പക്ഷെ ഒരുപാട് എഫോർട്ട് ഇടേണ്ട ആവശ്യമില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് ക്വസ്റ്റ്യൻ ചിലപ്പം വരാതിരിക്കാം. വന്നാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനോ കിട്ടാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എഫോർട്ട് ഇടുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായാലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീക്ക്ലി വൈസ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പ്ലാൻ ചെയ്യും. എനിക്ക് മാത്സിന്റെ ഏരിയ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണം, എല്ലാ ദിവസവും കുറച്ച് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ ചെയ്യാം എന്നൊരു പ്ലാൻ തരാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഒരു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ,
തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ എന്നൊരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ മൺഡേ എന്ന് പറയുന്നതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ഒരു മേജർ ടൈം കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്പർ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ സിംപ്ലിഫിക്കേഷനും നമുക്ക് അത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകാം. ഇൻഫാക്ട് നമ്മുടെ FCF LCM അതുകൂടി നമുക്ക് അതിൻ്റെ കൂടെ കൊണ്ടുപോകാം. ബിക്കോസ് അതൊക്കെ ഒരേപോലത്തെ ടോപ്പിക്സ് ആണ്, ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആണ് ബാക്കിയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ട്യൂസ്ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജും റേഷ്യോയ്ക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാം. ആൻഡ് റേഷ്യോ ചെയ്യുന്നതുകൊണ്ട് തന്നെ റേഷ്യോയുടെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഏജസ് പോലത്തെ ചാപ്റ്ററിന് കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാം. ഇനി വെനസ്ഡേ നമുക്ക് എന്ത് ചെയ്യാം, മെൻസുറേഷൻ പോലത്തെ ചാപ്റ്റേഴ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിനെ മാത്രം അലോട്ട് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് കുറച്ച് അധികം ചാപ്റ്റർ ഒരുമിച്ച് അലോട്ട് ചെയ്യാം. ഇപ്പൊ ടൈം ആൻഡ് വർക്കും, പൈപ്സ് ആൻഡ് സിസ്റ്റേണും, അതേപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസും, ട്രെയിനും ബോട്ടും, ഇങ്ങനെയുള്ള ചാപ്റ്റർ എല്ലാം കൂടി, കുറച്ച് ചാപ്റ്റേഴ്സ് എല്ലാം കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ചൊരു ഡേയിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് അത് അത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് അല്ല, അതുകൊണ്ട്. അതുപോലെ അടുത്ത നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസും, അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസും അതിന്റെ കൂടെ പിന്നെ വേറെ ചില ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ലൈക്ക് ഇനി ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് പറയുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമുക്ക് അങ്ങനെയൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു മിസ്ലേനിയസ് ആംഗിളിൽ സാറ്റർഡേ സൺഡേസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ആംഗിളിൽ മാത്രം കൊണ്ടുപോവുക. ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെയിലി ബേസിൽ ചെയ്യേണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്തു പോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക് വൈസ് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം. പക്ഷെ അത് കൂടാതെ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് സെക്ഷണൽ മോക്ക് ടെസ്റ്റ്. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്സിലും റീസണിലും ഫുള്ള് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. എന്നാലേ നിങ്ങൾക്ക് ഈ മാത്സും റീസണിങ് ചേർത്ത് 55 അടുപ്പിച്ചുള്ള ഒരു സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. 55 മാർക്കാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പം ആ ഒരു 55 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് അവിടെ കിട്ടും. കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയാസിൽ സയൻസും നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് വരും. പിന്നെ സ്കോർ കൂട്ടുക, നല്ല പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ആ കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, റീസണിങ്ങും മാത്സും നിങ്ങൾ എക്സ്ട്രീംലി സ്ട്രോങ് ആക്കി എടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്തു പോയിട്ട് കാര്യമില്ല, സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്തു പോയിട്ടേ കാര്യമുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ഫുൾ 100% ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 45 ഡേയ്സ്, ഇനി കമ്മിങ് 45 ഡേയ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു റഫ് ആയിട്ടുള്ള ഒരു പ്ലാനും അതേപോലെ തന്നെ നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്തു പോകേണ്ട ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇനിയുള്ള 45 ഡേയ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ഡെയിലി ചെയ്തു പോകേണ്ട കാര്യങ്ങളും ആ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി ചെയ്തു പോകേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് പറയുവാണെങ്കിൽ, നമുക്ക് ഒന്ന് നിങ്ങൾ ഡെയിലി ഈ പറയുന്ന ഇനിയുള്ള ഒരു 30 ഡേയ്സ് എങ്കിലും ഡെയിലി നിങ്ങൾ ചെയ്തു പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 30 ഡേയ്സ് 1 മോക്ക് ടെസ്റ്റ് പെർ ഡേ ചെയ്ത് പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മോക്ക് ടെസ്റ്റ് പെർ ഡേ അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു പോവുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വൺസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആഫ്റ്റർ 30 ഡേയ്സ്, ഓക്കെ, നിങ്ങളുടെ 30 ദിവസം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 30 ഡേയ്സ് നിങ്ങളുടെ ആ ഒരു മോക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂട്ടണം. ലൈക്ക് നമുക്കത് 2 മോക്ക് പെർ ഡേ എന്നൊരു ആംഗിളിൽ നമുക്ക് പറയാം, 2 മോക്ക് പെർ ഡേ. ആൻഡ് അതിനുശേഷം തേർഡ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വന്നാൽ, ഓക്കെ, എക്സാം ഡേറ്റ് പബ്ലിഷ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോക്ക് പെർ ഡേ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു 30 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 1 മോക്ക് പെർ ഡേ. ഓക്കെ, അടുത്ത ആഫ്റ്റർ 30 ഡേയ്സ് നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് വരുന്ന വരെ 2 മോക്ക് പെർ ഡേ എന്ന റാങ്കിൽ കൊണ്ടുപോകുക. അതിനുശേഷം എക്സാം ഡേറ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ 3 മോക്ക് പെർ ഡേ. ആൻഡ് ആ 3 മോക്ക് പെർ ഡേ എന്നൊരു ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒരുപാട് സമയം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ GK റിവൈസ് ചെയ്യാനും നമ്മുടെ സയൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യാനും ഈ 3 മോക്ക് പെർ ഡേ ചെയ്യുക. അത് നല്ലപോലെ റിവ്യൂ ചെയ്യുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതിനെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് മോക്ക് ചെയ്തു പോയിട്ട് മാത്രം കാര്യമില്ല, ഡീറ്റെയിൽഡ് റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് അത് ഡെയിലി ചെയ്തു പോവാം. സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്തു പോകണം. ഏതിൻ്റെയൊക്കെ ചെയ്തു പോകണം എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന്, നമ്മുടെ മാത്സിന്റെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്തു പോകണം. നിങ്ങളുടെ 25 നിങ്ങൾക്ക് ഉറപ്പായിട്ടും 22+ സ്കോർ ചെയ്യാൻ പറ്റുന്ന വരെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നിങ്ങൾ ഒരു ദിവസം 1 ചെയ്യോ 2 ചെയ്യോ 3 ചെയ്യോ എന്നുള്ളതൊന്നും എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 25 22+ ഏത് മോക്ക് ചെയ്താലും എവിടെ നിന്ന് ചെയ്താലും കിട്ടുന്നുണ്ടോ അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എത്ര എണ്ണം ചെയ്യണം?
ഓക്കെ, അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. നിങ്ങൾ എപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ടാർഗറ്റ് എത്തുന്നോ അവിടെ വരെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ കിട്ടിയാൽ പോരാ, നിങ്ങൾ അടുത്തൊരു 10 ചെയ്യുന്ന സമയത്ത് ആ 10 22+ കിട്ടണം. ഓക്കെ, അതാണ് ആ കൺസിസ്റ്റൻസി എത്തുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എനിക്ക് 22+ കിട്ടി ഞാൻ ഈ നിർത്തിയേക്കാം, ആ ഒരു ആംഗിൾ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ റീസണിങ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മൊത്തം 30 ഈ പറഞ്ഞ ആ 27+ നിങ്ങൾക്ക് എല്ലാ മോക്ക് ടെസ്റ്റിലും സെക്ഷണൽ മോക്ക് ടെസ്റ്റിലും കിട്ടുന്ന വരെയും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഡെയിലി ബേസിസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിന് അല്ലാതെ നിങ്ങൾ സമയം മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിവിഷന് വേണ്ടി സമയം മാറ്റി വെക്കുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ സയൻസിന്റെ റിവിഷന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷന് വേണ്ടിയും, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുക. സയൻസിന്റെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുവേണ്ടി ഡെയിലി ഒരു എന്താ പറയുക 1 to 2 hour ഡെയിലി എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുക. ആൻഡ് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷന് വേണ്ടി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ 1 hour പെർ ഡേ എന്നൊരു ആംഗിളിൽ മാത്രം മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ എന്താ പറയുക 24 മണിക്കൂർ പഠിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിവ്യൂ ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം 2 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പൊ ആ 2 മണിക്കൂർ നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചു. സെക്ഷണൽ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്സിന്റെ ഒരെണ്ണവും റീസണിംഗിന്റെ ഒരെണ്ണവും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറേ എടുക്കത്തുള്ളൂ, 2 കൂടി ചേർത്ത്. ഇനി റിവ്യൂ കൂടി ചേർത്ത് എടുക്കുവാണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഏകദേശം ഒരു 1 hour അതിന് വേണ്ടി മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ നേരത്തെ മോക്ക് ടെസ്റ്റിന് വേണ്ടി 2 മണിക്കൂറും ഈ പറഞ്ഞ സെക്ഷണൽ മോക്ക് ടെസ്റ്റിന് വേണ്ടി ഒരു എന്താ പറയുക 1 മണിക്കൂറും 3 മണിക്കൂർ. പിന്നെ നമ്മുടെ റിവിഷനിലേക്ക് വരുമ്പോൾ സയൻസിന്റെ റിവിഷന് വേണ്ടി 1 തൊട്ട് 2 മണിക്കൂർ, 2 മണിക്കൂർ തന്നെ പിടിച്ചു. ആൻഡ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷന് വേണ്ടി 1 മണിക്കൂർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 3 മണിക്കൂർ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു മൊത്തം 6 മണിക്കൂർ മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ഈ 6 മണിക്കൂർ കൂടുതൽ നിങ്ങൾ എത്രത്തോളം എഫോർട്ട് ഇടാൻ പറ്റുന്നു അത്രയും നല്ലതായിരിക്കും നിങ്ങൾക്ക് സ്കോർ കൂട്ടാൻ വേണ്ടി. ബട്ട് അതർവൈസ് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു 6 മണിക്കൂർ 6 hours എന്നൊരു ഈ ഒരു പ്ലാൻ ഡെയിലി ബേസിൽ ചെയ്തു പോകുക. ഓക്കെ, ഒരുപാട് സമയമൊന്നുമില്ല, 6 hours പെർ ഡേ എന്നൊരു ആംഗിൾ മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ ഡെയിലി ചെയ്തു പോവാ. ഇതല്ലാതെ നിങ്ങൾക്ക് അപ്പൊ ഇത് നമ്മുടെ ഈ പറഞ്ഞ ഒരു ഡെയിലി പ്ലാൻ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ എന്ത് ഇൻക്ലൂഡ് ചെയ്യാം, ഈ പ്ലാനിലേക്ക് നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാത്സിന്റെ ടോപ്പിക് ഒരു ഡെയിലി റിവിഷൻ വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഓക്കെ, ടോപ്പിക് വൈസ് ഡെയിലി റിവിഷൻ അത് നമുക്ക് അടുത്ത ഒരു 30 ദിവസത്തേക്കൊക്കെ ചെയ്താൽ മതി. ടോപ്പിക് വൈസ് ഡെയിലി റിവിഷൻ എന്നൊരു ആംഗിളിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നമ്മൾ നേരത്തെ പറഞ്ഞുമായിരുന്നു അത് എങ്ങനെ ചെയ്ത് പോകേണ്ടി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അടുത്തൊരു 30 days എന്നൊരു ആംഗിളിൽ വെക്കാം. ആ 30 days കൊണ്ട് തന്നെ മാക്സിമം റിവിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. 1 week നമ്മൾ ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുപോയാലും അതിനുവേണ്ടി ഒരു 2 മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാലും നിങ്ങൾക്ക് ഈ പറയുന്ന അടുത്ത ഒരു മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ 30 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ 4 ആഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിനെയും അത്യാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിലും ഒരുപാട് മിസ്ലീനിയസ് ആയിട്ട് വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത ചാപ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് സമയം കൊടുക്കാതിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ 25 ക്വസ്റ്റ്യൻസ് വരുന്ന ഏകദേശം 25 ചാപ്റ്റർ ചെയ്യുന്ന, പക്ഷെ അതിലും നിങ്ങളുടെ ഏകദേശം 20-ഓളം ക്വസ്റ്റ്യൻസും വരുന്നത് ഒരു 6, 7, 8 ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസ്ട്രേഷൻ, ഈ ഒരു 4 ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ അവിടുന്ന് മാത്രം നമുക്ക് ഏകദേശം ഒരു എന്താ പറയാ നമ്മൾ ഒരു 10 തൊട്ട് 12 ക്വസ്റ്റ്യൻ വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, പെർസെന്റേജ്, റേഷ്യോ, പിന്നെ അതിന്റെ കൂടെ ബാക്കി ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുക. പെർസെന്റേജ്, റേഷ്യോ, പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ 25 ചാപ്റ്ററിൽ നിന്നാണ് 25 ക്വസ്റ്റ്യൻ വരുന്നെങ്കിലും ശരിക്കും ഒരു 8 തൊട്ട് 10 ചാപ്റ്ററിൽ നിന്നാണ് ഏകദേശം 20-ഓളം ക്വസ്റ്റ്യൻസും വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 8 തൊട്ട് 10 ചാപ്റ്റേഴ്സിനെ നിങ്ങൾ ഏറ്റവും നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ ഒരു മിസ്ലേനിയസ് ആംഗിളിൽ കൊണ്ടുപോയാൽ അത് നിങ്ങൾ സെപ്പറേറ്റ് സമയം കൊടുക്കണമെന്ന് പോലും ഇല്ല. നിങ്ങൾ ആ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ അങ്ങ് റിവൈസ് ചെയ്ത് അങ്ങ് പോയാൽ മതി. നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അങ്ങ് റിവൈസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു ദിവസം കുറച്ച് സമയം 1 മണിക്കൂർ 2 മണിക്കൂർ മാറ്റി വെക്കുക അതിന്റെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അതിലും നോക്കിയെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ചെയ്ത് നോക്കാൻ നിൽക്കില്ല, നോക്കി തന്നെ എടുക്കുക. കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ചെയ്യണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു നമ്പർ കീപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ചാപ്റ്ററിൽ നിന്ന് ഡെയിലി 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യും, അങ്ങനെ ഒരു ആംഗിൾ കീപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ആംഗിൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എണ്ണം എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓക്കെ ഞാൻ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്തു എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ അടുത്ത ആഴ്ച അതിന്റെ എണ്ണം പിന്നെയും കൂട്ടുക. അത് ഈ ആഴ്ച 10 ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച അത് 15 ആക്കുക, അതിന്റെ അടുത്ത ആഴ്ച അത് 20 ആക്കുക. അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകാം.
ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും റീസണിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് വീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെയും ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഒരു റിവിഷൻ ആംഗിൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. പക്ഷെ അവിടെ എല്ലാ ചാപ്റ്റേഴ്സിനും സമയം കൊടുക്കല്. ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിലോജിസം, ചിലർക്ക് മേ ബി സിലോജിസം ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന സാധ്യതയുണ്ട്. സിലോജിസം ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ മൺഡേ മാറ്റി വെക്കാം. മൺഡേ ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂർ അതിന് വേണ്ടി മാറ്റി വെക്കാം, കുറച്ച് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ നിങ്ങൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതേപോലെ പസില്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതേപോലെ പസില്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ നിങ്ങൾക്ക് മാറ്റിവെക്കാം. അപ്പൊ ആ ഒരു ആംഗിൾസ് ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യാം, എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ നേരത്താം. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിവിഷൻസ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ആയാലും ഈ സയൻസിന്റെ ആയാലും റിവിഷൻസ് കൊണ്ടുപോവുക. നിങ്ങൾ പറ്റുവാണെങ്കിൽ അതിനുവേണ്ടി ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഈ ഷോർട്ട് നോട്ട്സ് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ എക്സാം അടുത്താവുമ്പോഴത്തേന് ഡേറ്റ് ഒക്കെ പബ്ലിഷ് ആകുമ്പോൾ നമ്മുടെ ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് നമ്മുടെ റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടി അല്ലെങ്കിൽ പഠിച്ചൊരു ഫുൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റിവൈസ് ചെയ്യേണ്ടി വരില്ല. എയ്തർ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് പോവാം. അപ്പം ഹൈലൈറ്റ് ചെയ്ത് പോയാലും അത് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ സ്റ്റിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് സ്റ്റിൽ അവിടെ കുറച്ചുകൂടി എഫോർട്ട് വേണ്ടി വരും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന, ബിക്കോസ് ആ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് ഈ വരുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് മാത്രമല്ല, അതിനുശേഷം വരാൻ പോകുന്ന ബാക്കിയുള്ള റെയിൽവേ എക്സാം അല്ലെങ്കിൽ ഈവൻ SSC എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ അവർക്കടക്കം നിങ്ങൾക്ക് അത് അവർക്കും അത് വരുന്ന എക്സാംസിന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ കറണ്ട് അഫയർ പഠിക്കുക, ആ കറണ്ട് അഫയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകാം. അപ്പൊ നിങ്ങളുടെ നോട്ട്സിനെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു പോകാം. ഈ ഒരു റിവിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ സയൻസിന്റെ കേസിലായാലും ശരി, നമ്മുടെ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ കേസിലായാലും ശരി, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോകാം. ഈ കാര്യങ്ങൾ നിങ്ങളൊരു എന്താ പറയാ നിങ്ങളുടെ പ്ലാനിലേക്ക് എക്സ്ട്രാ കൊണ്ടുവരിക. നിങ്ങളത് വീക്ക് ആണെങ്കിൽ മാത്രം. ബട്ട് നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് നല്ല സ്ട്രോങ് ആണ്, നിങ്ങൾ മാത്സിൽ എവിടെ ചെയ്ത് കഴിഞ്ഞാൽ 25 എനിക്ക് 22+ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് സ്കിപ്പ് ചെയ്യാം, ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല നിങ്ങൾ വീക്ക് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾ അത് സ്ട്രോങ് ആയി വരുന്നവരെ ചെയ്യുക. ഈ 30 ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ നോക്കുക എന്നുള്ളത് കൂടി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ചെയ്തു പോകുന്നത്. ആ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ലൈക്ക് മൊത്തം 100ൽ എനിക്ക് 85+ എന്തായാലും കിട്ടണം എന്നൊരു ടാർഗറ്റ് വല്ലതും കീപ്പ് ചെയ്യുക. എന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ എത്ര മോക്ക് ടെസ്റ്റ് ആണ് എക്സാമിന് മുമ്പ് ചെയ്യേണ്ടേ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യില്ല. എന്ന് നിങ്ങളുടെ ഏത് സൈറ്റിൽ നിന്ന് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്താലും 85+ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അവിടെ വരെ നിങ്ങൾ അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എന്നിട്ട് പിന്നെ ആ ടാർഗറ്റിനെ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. എന്ന് ഞാൻ 85 തന്നെ നിൽക്കാതെ പിന്നെ അതിനെ 87 ആക്കുക, അതിനെ 88 ആക്കുക, പിന്നെ 90+ കൊണ്ടുപോകുക. ആ ടാർഗറ്റിനെ ഇംപ്രൂവ് ചെയ്യാനും നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ എക്സ്ട്രീം കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് അതൊരു എക്സാം എഴുതാൻ പോകുന്ന ഒരു ഫീലേ ആയിരിക്കില്ല. ചുമ്മാ പോകുന്നു, എഴുതിയിട്ട് വരുന്നു, നിങ്ങൾക്കറിയാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു, നിങ്ങൾക്കറിയാം എത്ര നല്ല പോസ്റ്റ് കിട്ടുന്നു എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരിക്കുക ചെയ്യില്ല. സോ അത്യാവശ്യം നല്ല സമയം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് ആ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്ത് തന്നെ ചെയ്തു. നേരത്തെ നിങ്ങൾക്കറിയാം മാത്സ് ആൻഡ് റീസണിങ് ഞാൻ പറഞ്ഞ സമയത്തും ചുമ്മാ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നല്ല പറഞ്ഞ്, ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യണം എന്ന് എടുത്തു പറഞ്ഞായിരുന്നു. അതേപോലെ ആ ഒരു ടാർഗറ്റ് എവിടെയും കീപ്പ് ചെയ്യണം, നിങ്ങളുടെ ഫുൾ മോക്ക് ടെസ്റ്റിലും കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് വൺസ് നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന തോറും നമുക്ക് കോൺഫിഡൻസ് കൂടി വരും. പിന്നെ ആ ടാർഗറ്റിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. നിങ്ങൾ ഇവിടെ മാത്രമല്ല, വരാതിരിക്കുന്ന ബാക്കിയുള്ള റെയിൽവേ എക്സാംസിൽ ഒരുപാട് നിങ്ങളത് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും. സോ അതും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു പോവുക. ഒരു സൈറ്റിൽ നിന്ന് മാത്രം മോക്ക് ടെസ്റ്റ് ചെയ്യാതിരിക്കുക, മൾട്ടിപ്പിൾ സൈറ്റുകൾ യൂസ് ചെയ്യുക മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടിപ്പിൾ സൈറ്റ് വേണം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ഒരു സൈറ്റ് മാത്രം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. അവിടെ കംഫർട്ടബിൾ ആവും. എക്സാമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു പുതിയ സാധനമായിരിക്കും കിട്ടുന്നത്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് അത് മാറി വരുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ വരും, അതുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകളിൽ അവർ ഓൾ ഇന്ത്യ ബേസിസിൽ ഫ്രീ ടെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ കുറച്ച് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഓഫർ ചെയ്യാറുണ്ട്. അതുപോലെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് 2 പ്ലാറ്റ്ഫോം എങ്കിലും കീപ്പ് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരിക്കില്ല മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസിലേക്ക് വരുമ്പോഴത്തേന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും ആ ടോപ്പിക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഇനി വരാതിരിക്കുന്ന എക്സാംസ് നമുക്ക് ഈ പറഞ്ഞ റെയിൽവേയുടെ ജസ്റ്റ് ഈ ഗ്രൂപ്പ് ഡിയുടെ എക്സാം മാത്രമല്ല വരാനുള്ള, നിങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത NTPCയുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായി. നമ്മുടെ ഈ മാസം
ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസത്തോടെ നമുക്ക് NTPCയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം വേക്കൻസീസ് ഇടയ്ക്ക് വെച്ചുള്ള ഫേക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമ്മൾ കണ്ട് വിശ്വസിക്കില്ല. ഓക്കെ, ആ ഫേക്ക് ആണെന്നുള്ളത് അതിന്റെ അകത്ത് തന്നെ കണ്ട് അറിയാമായിരുന്നു. അങ്ങനെയാണ് അവർ അത് ഇറക്കിയത്. പക്ഷേ ഈ പറഞ്ഞ ശരിക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബറോടെ നമുക്ക് വരും. അപ്പൊ ആ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ റഫർ നിങ്ങൾ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു എക്സാംസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക. റെയിൽവേയുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് വരാതിരിക്കുന്ന NTPC എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുന്നവർ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് നല്ല സമയം കിട്ടും ഉറപ്പായിട്ടും. നമ്മുടെ ഈ വട്ടത്തെ NTPC എക്സാം നടന്നത് തന്നെ ജൂണിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഒക്ടോബറിലോ നവംബറിലോ നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങൾക്കറിയാം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഏകദേശം 6 തൊട്ട് 8 മാസം എന്തായാലും കിട്ടും നിങ്ങളുടെ എക്സാമിന് വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഈവൻ കുറച്ച് നേരത്തെ നടന്നാൽ പോലും 5 മാസം എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് നിങ്ങൾക്കറിയാം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലോ ഏപ്രിൽ എക്സാം നടന്നാൽ പോലും 5 മാസം എന്തായാലും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഇഷ്ടം പോലെ സമയമുണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബാച്ചിന്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഇപ്പം റെയിൽവേ എക്സാംസിന് വേണ്ടിയല്ല, ഇവൻ ബാക്കിയുള്ള SSC എക്സാംസിനൊക്കെ വേണ്ടിയായാലും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിന്റെ കൂടെയൊക്കെയും ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയും ഈ എക്സാംസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി, ബാച്ചസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലും കോൺടാക്ട് ചെയ്യാം. 9778152964 എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ 8113951892 എന്നുള്ള നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രിപ്പറേഷന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളായാലും ശരി, ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയാലും ശരി, നിങ്ങൾക്ക് അത് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലപോലെ ഇനിയുള്ള സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇതേപോലത്തെ ഫ്യൂച്ചർ സെഷൻസ് ഇനിയും വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ മീറ്റ് ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് ഫ്യൂച്ചർ സെഷൻസ് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.